ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇടുന്നത് നമ്മൾ അടവിയിൽ പോയിട്ടുള്ള സമയത്തുള്ള വീഡിയോ ആയിരുന്നു കേട്ടോ. കുട്ടവഞ്ചി കയറാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാനും ചേട്ടനും കൂടിയാണ് പോയത്. കല്യാണം കഴിഞ്ഞ സമയത്താണ് ഞങ്ങളിത് പോയത് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ചേട്ടൻ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3-4 ആൾക്കാരെ കൊണ്ടുപോയതിന് ശേഷമായിരുന്നു നമ്മുടെ നമ്പർ വന്നത്. അപ്പം ഞങ്ങൾക്ക് ടോക്കൺ നമ്പറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാനും ചേട്ടനും ഉണ്ടായിരുന്നു. പിന്നെ ഒരു മാമ ഉണ്ടായിരുന്നു. മാമ നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ സംസാരിക്കുന്നുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഇങ്ങനെ കൊട്ടാഞ്ചിലൊക്കെ കയറുന്നത്. അപ്പം മാമനോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ചേട്ടൻ മാമനോട് ഇഷ്ടംപോലെ സമയം സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു, വെള്ളത്തിൻ്റെ കാര്യവും എത്ര അടി പൊങ്ങുമെന്നും അങ്ങനെയൊക്കെ. ഞാൻ ചോദിക്കുന്നത് അവിടെ ആനയാകുമ്പോൾ പുലി ഇറങ്ങുന്നതൊക്കെയായിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, വെള്ളം കുടിക്കാനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഇതിൽ വീണാൽ നമ്മൾ മുങ്ങി ചാവുമെന്നൊക്കെ ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, നല്ല വെള്ളം ഉണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഈ കഴുത്തിൻ്റെ അതുവരെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ തള്ളിന്ന് വിടില്ലെന്ന് മാമ അറിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് ഫുൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാനും ചേട്ടനും കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ചേട്ടനോട് ഇവിടുത്തെ റൂട്ടും ഇവിടെ ഒരു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാനൊരു സ്ഥലം എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ കാണാനില്ല. പക്ഷെ അങ്ങോട്ട് പോകുമ്പോഴുള്ള റോഡ് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ ഫുള്ളും ഇങ്ങനെ താഴ്ന്ന് മല വന്നിട്ട് ഇങ്ങനെ തട്ടായിട്ട് എന്തൊക്കെ പുല്ലൊക്കെ ഇങ്ങനെ പച്ചപ്പുല്ലൊക്കെ ഇങ്ങനെ പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. അത് കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക. ഇതിപ്പം വണ്ടി ഓട്ടിക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എനിക്ക് വാച്ചവേഴ്സും വ്യൂസൊക്കെ കുറവാണ്, പിന്നെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കുറവാണ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ അവിടെ ഒരു ചെറിയൊരു ആറ് കണ്ടില്ലായിരുന്നു. അപ്പോൾ അത് ഫുള്ളായിട്ട് എടുക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ഫുള്ളും കാടല്ലേ. അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞാൻ ചെറുതായിട്ട് വണ്ടിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ ആയിട്ട് അവർ ഓഫീസിൻ്റെ ചെറിയൊരു കടയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടുത്തെ സ്റ്റാഫിൻ്റെ ചായ കുടിക്കാൻ വേണ്ടി അവരൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സ്ഥലമാണ്. പിന്നെ വേറെ ഇവിടെ പ്രത്യേകിച്ച് കടകൾ അങ്ങനെയുള്ള ഒന്നുമില്ല. പിന്നെ അവിടുത്തെ ആ ഇത് അടവിയിൽ ആ സ്ഥലത്തുള്ള നമ്മൾ കുട്ടാഞ്ചി കയറാൻ പോയ സ്ഥലത്ത് പിന്നെ ഐസ്ക്രീമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ചെറിയ കോഫി ഹൗസൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അതിലൊന്നും കയറിയില്ല, പക്ഷേ ഐസ്ക്രീം വാങ്ങിച്ചു കുടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ചോക്കോബാർ എന്തോന്ന് കഴിച്ചത്, കോൺ ഐസ്ക്രീം എന്തോ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ ചേട്ടൻ പറയുന്നത് ഇവിടെയൊക്കെ അങ്ങോട്ടൊക്കെ നല്ല കാടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ചില സമയത്ത് കുരങ്ങന്മാരും മാനൊക്കെ എടുത്ത് ചാടുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പം ഞാൻ സൂക്ഷിച്ചു വരികയാണ്. എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു കേട്ടോ, വല്ല ആനയിട്ടും കയറി വരുമെന്ന് തോന്നുന്നു. കാരണം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് ഒരു 3-4 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മൾ കോന്നി ആനക്കൂട് കാണാൻ പോയത്. പിന്നെ എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ, മല ഇങ്ങനെ കാണാൻ വേണ്ടി. ആ ഒരു പച്ചപ്പും താഴ്ന്നിട്ട് വന്നിട്ടുള്ള മലയൊക്കെ നല്ല രസമാണ്. അപ്പോൾ ഞാനിങ്ങനെ ആ സ്ഥലം ഇങ്ങനെയില്ല പച്ചപ്പുള്ള, അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവിടെ നിന്ന് സമയത്ത് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.